കാട്ടാക്കട അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കുള്ള വികസനമൊന്നുമില്ല. രണ്ട് പാർട്ടിക്കാർ ജയിച്ചിട്ട് ഇവിടെ ഒരു വികസനം ഇല്ല. പാർലമെൻ്റ് ആയാലും നിയമസഭ ആയാലും ഇതുവരെ ഒരു വികസനമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. എല്ലാവരും പറയുന്ന അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, ആരും ചെയ്യുന്നില്ല. ഓരോരുത്തർ ജയിച്ചു പോകും, പിന്നെ അടുത്ത ഇലക്ഷൻ ഇവിടെ കാണാവും. അതുവരെ ഇവരാരെയും കാണാൻ പറ്റില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജയിച്ചു പോയിട്ട് അടുത്ത ഇലക്ഷൻ ആയപ്പോൾ ഇവിടെ ആൾക്കാർ വന്നു. അത് തന്നെ ഇപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. എല്ലാ വർഷവും വാഗ്ദാനങ്ങൾ അവർ പറയുന്നുണ്ട്, അത് ചെയ്യാം ഇത് ചെയ്യണം. പക്ഷേ ഇവിടെ ഒന്നും വരുന്നില്ല, ഒന്നും നടക്കുന്നുമില്ല. ഇനി ഇവരെ പറ്റിയുള്ള പ്രതീക്ഷയില്ല. ഇനി ജനങ്ങൾ അറിഞ്ഞ് വോട്ട് ചെയ്യുക, എന്നാലേ ഇതിനുള്ള പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു വികസനം വരിക. അത് തന്നെയാണ് ഏറ്റവും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അവിടെ നമുക്കൊരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ നല്ലൊരു ഭരണം വേണം. പിന്നെ കൂടുതലും നമ്മൾ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു വികസനം, നല്ല സ്കൂളുകൾ, നല്ല കോളേജുകൾ, നല്ല രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല റോഡുകൾ ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 2 വീലർ ഓടിക്കുന്ന ആളാണ്. അപ്പോൾ നല്ല റോഡ്, അതാണ് ഏറ്റവും എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തൊഴിലവസരങ്ങൾ കുറയുന്ന സാഹചര്യമാണ്. പക്ഷേ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഗവൺമെൻറ്റാണ് നമുക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗവൺമെൻറ് ഒരുപാട് നാൾ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ഇപ്പോൾ ഇലക്ഷനുമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇറങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചു വരും. എന്നാൽ ഇവിടെ ഒരു വികസനം മാറി വന്ന ഇടതായാലും വലതായാലും ഇവിടെ ഒരു വികസനം നടത്തിയിട്ടില്ല. വികസനം ഇവർ വെറും വാക്കുകളിൽ മാത്രമാണ്. ഇപ്പോൾ കാട്ടാക്കട നമ്മൾ നോക്കി നോക്കും, വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ കാട്ടാക്കട, അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാട്ടാക്കടയുള്ളത്. കാട്ടാക്കട മണ്ഡലത്തിലെ ഏത് പ്രദേശം എടുത്താലും. അപ്പോൾ വികസനം എന്ന് പറയുന്നത് ഇവരെ വാക്കുകളിൽ മാത്രമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പോലും വികസനം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. കാരണം അത് പണ്ട് കാണുന്ന അതേ പ്രദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു മാറ്റം വരണം. മാറ്റം വരാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.